ഹേ ഗൈസ്, അപ്പോൾ BR റാങ്കിൻ്റെ അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ പിന്നെയും വന്നേക്കുവാണ്. ഇപ്രാവശ്യം കളിക്കാനായിട്ട് റെയർലെസ് ഉണ്ട്. അടുപ്പിച്ച് 2-3 കളി അങ്ങ് ഒരുമിച്ച് കളിച്ചതിൻ്റെ വീഡിയോസാണ് ഈ ഇരിക്കുന്നത് എല്ലാവേ. അപ്പോൾ ഈ വീഡിയോയ്ക്ക് വേറൊരു സ്പെഷ്യാലിറ്റി കൂടെ ഉണ്ട്. സ്പെഷ്യാലിറ്റി എന്നൊന്നും പറയാൻ പറ്റില്ല, കാരണം ബാക്കിയുള്ള കളിയെല്ലാം നമ്മൾ ഇറങ്ങി കളിക്കുമായിരുന്നെങ്കിൽ റഷ് ചെയ്തെന്ന് ഉദ്ദേശിക്കുന്നത് ക്യാമ്പ് ചെയ്യാതെ നമ്മൾ തേരാപ്പാര നടക്കുമായിരുന്നല്ലോ. എന്നാൽ ഇത് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് ഗൈസ്. കാരണം ഫാക്ടറി ടോപ്പിൽ വന്ന് ഇറങ്ങിയിട്ട് ഫാക്ടറി സോൺ വരുന്നത് വരെ അവിടെ തന്നെ ഇരിക്കുമായിരുന്നു. അവിടെ ഇരുന്ന് എനിമീസിന് അറ്റാക്ക് ചെയ്ത് 2-3 കില്ലൊക്കെ എടുത്തു. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അങ്ങനെ എല്ലാം ചെയ്തേക്കണേ. പിന്നെ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇൻസ്റ്റയിലൊന്ന് ഫോളോയും കൂടെ ചെയ്തേക്കുക. അപ്പോൾ ഇനി കൂടുതലൊന്നും പറഞ്ഞ് ലാഗ് അടിപ്പിക്കേണ്ട, നമുക്ക് നേരെ വീഡിയോയിലിട്ട് പോകാം. അപ്പോൾ അങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളിതേ ഫാക്ടറി ടോപ്പിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ മേളിൽ പ്രത്യേകിച്ച് എനിമീസും കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാരണം ഞാനും താഴത്തോട്ട് ഇറങ്ങി. ഏറ്റവും താഴത്തോട്ടല്ല, ദേ ഇവിടേക്ക് ഇറങ്ങി, റയർലെസ് ഇരിക്കുന്നിടത്ത്. പിന്നെ എബിലിറ്റിയൊക്കെ യൂസ് ചെയ്തിട്ട് റയർലെസ് പോയി ഗണ്ണും കാര്യങ്ങളും എല്ലാം എടുത്ത് സെറ്റാക്കിയിട്ടുണ്ട്. കാരണം റയർലെസ് പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ ഇറങ്ങിയത്. അപ്പോൾ ഇവിടെ ഇരുന്ന എനിമീസിനെ കാണുമ്പോൾ നമുക്ക് അടിക്കാനായിട്ട് ഒരു ത്വരയാണല്ലോ. ഗണ്ണില്ലെങ്കിൽ നമ്മൾ എങ്ങനെ അടിക്കും? അപ്പം നേരത്തെ തന്നെ ഞാൻ അതൊക്കെ പറഞ്ഞ് ഗണ്ണൊക്കെ എടുത്ത് തരാമെന്നൊക്കെ എനിക്ക് ഉറപ്പ് തന്ന കാരണം മാത്രമാണ് റയർലെസ്സിൻ്റെ വാക്കും കേട്ട് ഞാൻ ഫാക്ടറി ടോപ്പിൽ ഇറങ്ങിയത്. അപ്പോൾ ഏതായാലും റയർലെസ് പറഞ്ഞ പോലെ തന്നെ വാക്ക് പാലിച്ചിട്ടുണ്ട്. എനിക്ക് ഗണ്ണും കാര്യങ്ങളും എല്ലാം എടുത്തു തന്നു. അങ്ങനെ ഞാനൊരു എനിമീനെ സ്പോട്ട് ചെയ്തു. അവൻ്റെ തല നോക്കി സ്കോപ്പ് ചെയ്ത് അടിക്കാമെന്നൊക്കെ വിചാരിച്ചപ്പോഴത്തേനും അവൻ എന്നെ സ്പോട്ട് ചെയ്തു ഗൈസ്. നമ്മൾ പ്രോ പ്ലെയർ അല്ലാത്തതുകൊണ്ട് നമുക്ക് ഈ സ്കോപ്പ് ചെയ്ത് അടിക്കാനും കുറച്ച് സമയമൊക്കെ വേണേ. പ്രോ പ്ലെയേഴ്സ് ഇപ്പോൾ ചിലപ്പോൾ അടിച്ചിട്ടേനെ, എന്നെ അവരുമായിട്ട് കമ്പയർ ചെയ്യരുത്. അപ്പോൾ അങ്ങനെ എന്നെ സ്പോട്ട് ചെയ്തിട്ട് എനിക്ക് നല്ല രീതിയിൽ ഡാമേജൊക്കെ തന്നു. അപ്പോൾ എനിക്ക് നോക്ക് ചെയ്യാനായിട്ട് പറ്റിയില്ല. അപ്പോൾ റയർലെസ്സിൻ്റെ കയ്യിലിരിക്കുന്ന ഗൺ യൂസ് ചെയ്ത് റയർലെസ് ദേണ്ട അങ്ങനെ നോക്ക് ചെയ്ത് ഫിനിഷ് ചെയ്യാനായിട്ട് ഇറങ്ങിയേക്കുവാണ് താഴത്തേക്ക്. അപ്പോൾ എനിക്ക് ഈ ഗൺ വെച്ചിട്ട് വലിയ രീതിയിൽ കളിക്കാനായിട്ട് അറിയത്തില്ല. ബാക്കിയുള്ള ഗണ്ണിൻ്റെ കാര്യമൊക്കെ എങ്ങനെയാണ് എന്നുള്ള കമൻറ്റ് നിരോധിച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും എനിക്ക് വലിയ രീതിയിൽ കളിക്കാനൊന്നും അറിയാത്തത് കാരണം ഞാൻ പിന്നെ ഇത് വെച്ചിട്ട് വെറും പട്ടി ഷോ കാണിക്കുകയാണ് ഗൈസ്. ആ സമയം കൊണ്ട് റയർലെസ് പോയി നോക്കായി. ഇനിയിപ്പോൾ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. ഇവരെല്ലാവരും കൂടെ ഞാൻ റിവൈവ് ചെയ്യണം. ഇപ്പം ഞാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ സീൻ എന്ന് പറഞ്ഞാൽ മതിയല്ലോ, കാരണം താഴെ മൊത്തം എനിമീസാണ്. എനിക്ക് വലിയ എത്തും പിടിയില്ല എവിടെയൊക്കെ എനിമീസ്. താഴത്തോട്ട് ഇറങ്ങി നോക്കായി ചത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ റയർലെസ് എന്നെ ചീത്ത പറയും. റയർലെസ് പറഞ്ഞു കുറേ നേരം ഇവിടെ ഇരിക്കും, സോൺ വരുമ്പോൾ ഇറങ്ങിയാൽ മതിയെന്ന്. ഇനി ആ വാക്ക് കേൾക്കാതെ ഇറങ്ങിയാലാണ് പണി പാളാൻ പോകുന്നത്. അല്ലെ പിന്നെ അവൻ പറയുന്നതിന് മുമ്പ് ഞാൻ ഇറങ്ങണമായിരുന്നു. അത് ഞാൻ ചെയ്തുമില്ല. ഇനിയിപ്പോൾ ഇവിടെ കുത്തിയിരിക്കുന്നത് തന്നെയാണ് ഭേദമെന്ന് എനിക്ക് തോന്നി. അങ്ങനെ എനിമീസിനെ നോക്കി ഞാൻ ഇങ്ങനെ ഇരിക്കുവാണ് ഗൈസ്. വലിയ രീതിയിൽ എനിമീസിനെ ഇപ്പോൾ നേരിട്ട് കാണുന്നില്ലെങ്കിലും അത്യാവശ്യം എനിമീസൊക്കെ ഉണ്ട് ഇവിടെ. കണ്ടില്ലേ നിങ്ങൾ, ഒരുത്തൻ ഇവിടുന്ന് തന്നെ ചാടിപ്പോയി വെക്കുന്നു. ഞാനാണെങ്കിൽ ഇവൻ എവിടുന്ന് വന്നു എന്ന് ആലോചിക്കുമായിരുന്നു. എങ്ങനെ വന്നോ അപ്പോൾ അവൻ്റെ കയ്യിൽ ഗണ്ണും കാര്യങ്ങളൊന്നും ഇല്ല. ഞാനവനെ കണ്ടില്ലായിരുന്നു. വേണമെന്ന് വെച്ചിരുന്നേ അവൻ എന്നെ അടിച്ചിടായിരുന്നു. ആരും അറിയാൻ പോകുന്നില്ലായിരുന്നു. പക്ഷേ എന്തോ ഭാഗ്യം, എനിക്ക് ഭാഗ്യമുണ്ടെന്ന് പറയാം. അല്ലെങ്കിൽ ഞാൻ റയർലെസ്സിൻ്റെ വായിരിക്കുന്നതും ഇപ്പോൾ കേൾക്കേണ്ടി വന്നേനെ. റയർലെസ്സിനെ കുറിച്ച് ഞാൻ ഇത്രയൊക്കെ പുകഴ്ത്തി പറഞ്ഞപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും റയർലെസ് ഭയങ്കര ദുഷ്ടനാണെന്നൊക്കെ. പക്ഷേ അങ്ങനെയൊന്നുമില്ല ഗൈസ്. റയർലെസ് ദുഷ്ടനൊന്നുമല്ല, പരമദുഷ്ടനാണ്. ചുമ്മാ പറഞ്ഞ കേട്ടോ, ഇതെങ്ങാനും കേട്ടിട്ട് ഇനി അടുത്ത പണിയാവാൻ ഇല്ലില്ല. റയർലെസ് പഞ്ചപാവമാണ്. നമ്മൾ പിന്നെ ഓരോന്നും എന്തെങ്കിലുമൊക്കെ വേണമല്ലോ കണ്ടൻറ്റ്, അങ്ങനെ പറയുന്നതേ ഉള്ളൂ കേട്ടോ. എന്നാൽ അത്ര പാവമല്ല, ഓരോ മൂഡനുസരിച്ചിരിക്കും. ചേച്ചി വനിയനും ആണല്ലോ, അപ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ പറയാതെ തന്നെ ഞങ്ങൾ തമ്മിലുള്ള ബോണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ഞങ്ങൾ തമ്മിൽ അത്യാവശ്യം അടിയൊക്കെ ഉണ്ടാക്കാറുണ്ട്. അടി തുടങ്ങിയാൽ പിന്നെ നിർത്തത്തില്ല. അതിൻ്റെ ഇടയിൽ പിന്നെ അമ്മ എങ്ങാനും കയറി വന്നു കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ലാത്ത രീതിയിൽ ഇരിക്കും. അല്ലെങ്കിൽ 2 പേർക്കും അടി കിട്ടും. അപ്പോൾ പിന്നെ ഞങ്ങളൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ അങ്ങനെ പോകും. അങ്ങനെ തട്ടിയും മുട്ടിയൊക്കെ പോകുന്നു എന്ന് പറയാം. ബൈ നമ്മൾ വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നു. ഓക്കെ, ഇനി നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ ഞാൻ മേളിൽ കയറിയിരുന്ന എനിമീസിനെയൊക്കെ സ്പോട്ട് ചെയ്തിട്ട് നല്ല രീതിയിൽ ഡാമേജൊക്കെ കൊടുക്കാൻ നോക്കുന്നുണ്ട്. നമ്മുടെ കയ്യിലാണെങ്കിൽ ആമോ ഒന്നാമത്തെ കാര്യം കുറവാണ്. സോ വെറുതെ കളയാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഇവിടെ ആണെങ്കിൽ അത്യാവശ്യം കൂടുതൽ എനിമീസും ഒക്കെ ഉണ്ട്. ഇനി റിവൈവ് ചെയ്യുന്ന ആരെങ്കിലും വന്ന് ഇറങ്ങുമോയെന്നും അറിയില്ലല്ലോ. അപ്പോൾ മൊത്തം ആമോയും ഫിനിഷ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഡയറക്റ്റ് ഹെഡ് സ്കോപ്പ് ചെയ്ത് വെച്ചിട്ട് അറ്റാക്ക് ചെയ്യുമ്പോഴത്തേനുമുള്ള ഗുണം നമുക്ക് നോക്കായി കിട്ടും. അതല്ലെങ്കിൽ പിന്നെ 2-3 ആമോസ് നമുക്ക് കളയേണ്ടി വരും. അപ്പോൾ അതാണ് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്ത് കറക്റ്റ് അവരുടെ ഹെഡ് സ്പോട്ട് ചെയ്യാനായിട്ട് നോക്കുന്നത്. പക്ഷേ അതിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അവർ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും അല്ലെങ്കിൽ വേറെ എനിമീസുമായിട്ടൊക്കെ ഫൈറ്റ് എടുത്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും നമ്മൾ ഇവരെ സ്പോട്ട് ചെയ്യുന്നത്. ആ സമയത്ത് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അനങ്ങി കളിക്കുന്ന കാരണം നമുക്ക് കറക്റ്റായിട്ട് അവരുടെ ഹെഡിലേക്ക് സ്കോപ്പ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ഞാൻ നോക്കിയിട്ട് എനിക്ക് നടന്നില്ല കേട്ടോ. ഏതായാലും സോൺ വരുന്നത് വരെ ഇവിടെ തന്നെ ഇങ്ങനെ ഇരിക്കാനാണ് ഇപ്പോഴത്തെ പ്ലാൻ. റയർലെസ്സിൻ്റെ അഭിപ്രായം അതാണ്. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ഒരു വട്ടമെങ്കിലും അനിയൻ പറയുന്നത് അങ്ങ് കേട്ടേക്കാം. എപ്പോഴും നമ്മൾ മൂത്തവരാണല്ലോ അനിയന്മാരെ പറഞ്ഞ് അനുസരിപ്പിക്കുന്നത്. പക്ഷേ ഇവിടെ നേരെ തിരിച്ചു കേട്ടോ. അവനാണ് എന്നെ പേടിപ്പിച്ച് നിർത്തിയേക്കുന്നത്. ഞാൻ മൂത്തതെന്ന് പറയുന്നതൊക്കെ വെറുതെയാണ്, ചുമ്മാ തന്നെ. അവനാണ് എന്നെ പേടിപ്പിച്ച് നിർത്തിയേക്കുന്നത്.
ഫാക്ടറിയിൽ കുറേ എനിമീസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരെണ്ണത്തിനെ പോലും കാണാനും ഇല്ല, ആരുടെ ഒച്ചയും കേൾക്കാനില്ല. അപ്പോൾ ഇവിടെ നിന്ന് എല്ലാവരും പോയി കാണുമല്ലേ, എന്നാൽ പതുക്കെ ഇറങ്ങിയാലോ എന്നുള്ള ഒരു ചിന്ത എൻ്റെ മനസ്സിലോട്ട് വരുമ്പോൾ തന്നെ ഏതെങ്കിലും ഒരു എനിമി കയറി വരും, അതല്ലെങ്കിൽ അവർ തമ്മിൽ ഫൈറ്റ് ചെയ്യുന്ന ഒച്ച കേൾക്കും. അപ്പം ഞാൻ വിചാരിക്കും ഓക്കെ എന്നാൽ പിന്നെ പോവാം, യാതൊരു ധൃതിയില്ലല്ലോ നമുക്ക്. ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ കുറച്ചും കൂടെ ഇരിക്കും, അതല്ലെങ്കിൽ നമ്മൾ വേഗം പോയി ചാവും. അപ്പം ഞാൻ ഓർത്തു ഓക്കെ എന്നാൽ നമുക്കിവിടെ ഇരുന്ന് പതുക്കെ അവരുടെ ഗെയിമൊക്കെ കണ്ടിട്ട് നമുക്കിങ്ങനെ ഇരിക്കാം. അപ്പം നമ്മൾ കുറേ നാളായില്ലേ ഗൈസ് ഇതുപോലൊരു വീഡിയോ ഇട്ടിട്ട്. BR റാങ്ക്ഡും CS റാങ്ക്ഡും ഒക്കെ ഇടുന്നുണ്ടെങ്കിലും നമ്മൾ ഇതുപോലെ ക്യാമ്പ് ചെയ്യുന്ന ഒരു BR റാങ്ക്ഡ് ഇട്ടിട്ട് കുറേ നാളായി. പണ്ട് ഇതൊക്കെ ഭയങ്കര നൊസ്റ്റാൾജിയാണ് ഗൈസ് എനിക്ക്. കാരണം ഫ്രീ ഫയർ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഫുൾ ക്യാമ്പിംഗ് ആയിരുന്നു. നമ്മുടെ പീക്കിലുള്ള ആ ഒരു മിഡിലായിട്ടുള്ള ഒരു വീടുണ്ടല്ലോ, ആ വീട്ടിലങ്ങ് കയറിയിരിക്കും. ആ വീട്ടിലുള്ള ലൂട്ടും കാര്യങ്ങളും എല്ലാം എടുക്കും. ആ വീട്ടിലെ ലൂട്ട് സെറ്റായില്ല എങ്കിൽ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും എടുത്തുകൊണ്ടൊക്കെ പോകുമ്പോൾ നമ്മൾ തൊട്ടടുത്തുള്ള വീട്ടിൽ നിന്ന് ലൂട്ടൊക്കെ എടുത്ത് പിന്നെ വേഗം ഓടി വെപ്രാളപ്പെട്ട് തിരിച്ച് ആ വീട്ടിൽ കയറി വന്ന് മേളിൽ ഇങ്ങനെ ഇരിക്കും. ഓരോരുത്തരും ഓരോ പൊസിഷനിൽ അങ്ങ് ഇരിക്കും, ഓരോ സൈഡ് ഓരോ കോർണർ വീതം അങ്ങ് കൈക്കലാക്കി അവിടെ അങ്ങ് ഇരിക്കും. എന്നിട്ട് പിന്നെ പതുക്കെ എനിമീസൊക്കെ കയറി വരുമ്പോഴത്തേനും പിടിച്ചിട്ട് അടിയായിരിക്കും. അതിൻ്റെ കൂട്ടത്തിൽ ഒരു ലാൻഡ് മൈനും അങ്ങ് വെക്കും. ആഹാ സെറ്റെന്ന് പറയണം. അതൊക്കെ ഒരു കാലം, ഇനിയിപ്പോൾ പറയാനല്ലേ പറ്റുള്ളൂ. ഇപ്പോഴത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും നേരെ ഓപ്പോസിറ്റാണ്. പിന്നെ ഓരോ മൂഡ് അനുസരിച്ച് വേരി ചെയ്യുമെങ്കിലും കൂടുതലും ഞാനിപ്പോൾ ചെയ്യാറ് ഇറങ്ങി റഷ് ചെയ്ത് കളിക്കൽ തന്നെയാണ്. എനിമീസിനെ ഡയറക്റ്റ് കണ്ടാൽ ഓടി ഒളിക്കുമെങ്കിലും നമ്മളൊരു വീട്ടിൽ ഇപ്പോൾ ഇങ്ങനെ കുറേ നേരം ക്യാമ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഫാക്ടറി ടോപ്പിൽ കുറേ നേരം ഇരുന്ന് ക്യാമ്പ് ചെയ്യുക, സോൺ വരുന്നത് വരെ, അങ്ങനത്തെ പരിപാടി ഒന്നും ഇപ്പോൾ ഇല്ല. ലൂട്ട് എടുക്കുക, അതും ചിലപ്പോൾ ഒറ്റയ്ക്കൊക്കെ പോകും, ഒറ്റയ്ക്ക് എവിടെയെങ്കിലുമൊക്കെ ഇറങ്ങി ഇങ്ങനെ ലൂട്ടൊക്കെ എടുത്ത് സെറ്റാക്കും. എന്നിട്ട് ഒറ്റയ്ക്കാണെങ്കിലും ഇപ്പോൾ ആ മാപ്പിൽ ഫുൾ ഇങ്ങനെ കറങ്ങി അടിച്ച് നടന്ന് എക്സ്പ്ലോർ ചെയ്യുന്നതൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു ഹോബി എന്ന് പറയുന്നത്. പണ്ട് ഈ പീക്കിലെ പോലെ തന്നെ നമ്മൾ ഫാക്ടറി ടോപ്പിലും വന്നിറങ്ങുമായിരുന്നു. ആ സമയത്ത് നമ്മുടെ വൂക്കോങ്ങിൻ്റെ ക്യാരക്ടർ അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലുമൊക്കെ ക്യാരക്ടർ ഇട്ടിട്ട് നമ്മൾ ഏറ്റവും മേളിൽ ഇവിടെ 2-3 ടവേഴ്സ് ഉണ്ടല്ലോ, അതിൻ്റെ മേളിലൊക്കെ ഇഷ്ടം പോലെ എനിമീസ് ആയിരിക്കും. എന്നിട്ട് അവിടെ വന്ന് ഇറങ്ങി നമ്മൾ ഫിസ്റ്റ് ഫൈറ്റൊക്കെ എടുത്ത് നമുക്ക് ബൗണ്ടി ടോക്കൺ ആക്റ്റീവായിട്ട് മറ്റേ ഗണ്ണും കാര്യങ്ങളെല്ലാം കിട്ടും. പിന്നെ താഴത്തുള്ള എനിമീസിനെ മൊത്തം അടിച്ചിടും. ചാകര എന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ, ഇതാണ് ചാകര, അതുപോലെ എനിമീസ് കാണുമായിരുന്നു. ഇപ്പോൾ ഇവിടെ ഒരാൾ ഇറങ്ങി വന്ന മാറ്റങ്ങളെ ഫ്രീ ഫയറിൽ. ഓൾഡ് പ്ലെയേഴ്സ് ആരൊക്കെ എൻ്റെ വീഡിയോ കാണുന്നുണ്ടെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഓൾഡ് പ്ലെയേഴ്സ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവരോടാണ്, നിങ്ങൾ പണ്ടത്തെ ഫ്രീ ഫയർ മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ആരൊക്കെ എത്രത്തോളം മിസ് ചെയ്യുന്നുണ്ടെന്നൊക്കെ നമുക്കറിയാമല്ലോ. ഞാൻ എന്തായാലും നല്ല രീതിയിൽ മിസ് ചെയ്യുന്നുണ്ട്. ആ പണ്ടത്തെ ഒരു വൈബ് ഇപ്പോൾ കിട്ടുന്നില്ല. പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു സ്ക്വാഡൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങളെല്ലാവരും കൂടെ ഫ്രീ ടൈം കിട്ടുമ്പോൾ, കൊറോണയല്ലേ വീട്ടിലിരിക്കുമ്പോൾ പ്രത്യേകിച്ച് പരിപാടിയും കാര്യമൊന്നും ഇല്ലല്ലോ. പക്ഷേ എപ്പോഴും ഞാൻ 10th ആലോചിക്കണം. എന്നാലും നമുക്ക് അത്യാവശ്യം ടൈമൊക്കെ കിട്ടുമായിരുന്നു ഫുൾ ടൈം വീട്ടിലിരിക്കുന്ന കാരണം. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ ഇടയ്ക്കൊക്കെ കയറി മൈൻക്രാഫ്റ്റും അതുപോലെ ഫ്രീ ഫയറും ഒക്കെ കളിക്കുമായിരുന്നു. അതൊക്കെ ശരിക്കും ഇപ്പോൾ ഒരു മെമ്മറി എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അതുപോലെ അത്രയ്ക്ക് രസമായിരുന്നു ആ കൊറോണ ടൈം എന്നൊക്കെ പറയുന്നത്. അന്ന് വെറുതെ ഒരു ടൈം പാസിനാണ് ഫ്രീ ഫയർ കളിച്ച് തുടങ്ങിയത്. അന്ന് കളിച്ചപ്പോൾ ഞാൻ അറിയുന്നുണ്ടോ ഇതുപോലെ ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി ഫ്രീ ഫയറിൻ്റെ വീഡിയോസ് തന്നെ അതിലിടുവന്ന്. ഈ കൊറോണ ടൈം കഴിഞ്ഞാൽ പിന്നെ സമയം പോകുന്നത് അറിയുന്നേയില്ല. എന്ത് പെട്ടെന്നാണ് ഓരോ വർഷവും കടന്നു പോകുന്നത്. കണ്ണടച്ച് തുറക്കും മുമ്പ് അടുത്ത വർഷം ആവാറായി. ഇപ്പോൾ ദേ 2025. എങ്ങനെയാ എത്ര പെട്ടെന്നാണ് സമയം പോയെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എനിക്കാണെങ്കിൽ ഇന്നലെ ചെന്ന് കോളേജിൽ അഡ്മിഷൻ എടുത്ത പോലെയാണ് തോന്നുന്നത്. പക്ഷേ ഇപ്പോൾ നോക്കിയാൽ ഗൈസ് എൻ്റെ സെക്കൻഡ് ഇയറിലെ എൻഡിലോട്ട് വന്നു കഴിഞ്ഞു. സെക്കൻഡ് ഇയറിലെ ലാസ്റ്റ് സെം, അതായത് സെം 4 സ്റ്റാർട്ട് ചെയ്തു. ഇനി കുറച്ച് മാസങ്ങളും കൂടെ കഴിയുമ്പോൾ അതും കഴിഞ്ഞ് നമ്മൾ ഫൈനൽ ഇയറിലോട്ട് കടക്കും. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ കോളേജിൽ നിന്ന് പോകും, പിന്നെ ഹയർ ഡിഗ്രിക്ക് പോകും. അങ്ങനെയൊക്കെ ഭയങ്കര പെട്ടെന്നാണ് ടൈമൊക്കെ കടന്നു പോയത്. സമയം നിൽക്കത്തില്ല, അതിങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും. സോ എൻജോയ് ചെയ്യാൻ കിട്ടുന്ന അവസരങ്ങളൊക്കെ മാക്സിമം എൻജോയ് ചെയ്യുക, മാക്സിമം യൂസ് ചെയ്യുക. കാരണം കഴിഞ്ഞു പോയി കഴിയുമ്പോഴായിരിക്കും നമ്മൾ അതെല്ലാം ഒരുപാട് മിസ് ചെയ്യാനായിട്ട് പോകുന്നത്. സ്കൂളിൽ പഠിക്കുന്നവരോടും കോളേജിൽ പഠിക്കുന്നവരോടും ഒക്കെ പറയാനുള്ള അതാണ്, പഠിക്കുക, അതിൻ്റെ കൂട്ടത്തിൽ കുറേ നല്ല മെമ്മറീസ് ക്രിയേറ്റ് ചെയ്യുക. നമ്മളുടെ കോളേജ് ലൈഫ് കഴിയുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ പഠിത്തമൊക്കെ കഴിയുമ്പോഴും ഓർത്ത് സന്തോഷിക്കാൻ പറ്റിയ എന്തെങ്കിലുമൊക്കെ നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവണം. സോ അങ്ങനെ എന്ന് വെച്ച് പഠിക്കേണ്ടതെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. പഠിത്തം മസ്റ്റാണ്. അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള ബാക്കിയുള്ളവരൊക്കെ നല്ല നിലയിലെത്തുമ്പോൾ നമ്മളിങ്ങനെ ഇരിക്കും. സോ പഠിത്തം വേണം, അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നല്ല നല്ല മെമ്മറീസും ക്രിയേറ്റ് ചെയ്ത് വെക്കുക.
അപ്പോൾ അങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സോണൊക്കെ വന്നു തുടങ്ങിയപ്പോഴത്തേക്കും പതുക്കെ ഫാക്ടറിയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ആദ്യമേ തന്നെ കോയിൻസൊക്കെ എൻ്റെ കയ്യിൽ അത്യാവശ്യം ഉള്ളത് കാരണം ഞാൻ വേഗം പോയി റെയർലെസ്സിനെ റിവൈവ് ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് ഗണ്ണും കാര്യങ്ങളും എല്ലാം എടുത്തൊന്ന് സെറ്റാക്കാനായിട്ട് നിന്നത്. കാരണം സോൺ വരുന്നുണ്ട്. വലിയ ഡാമേജ് ഇല്ലാത്ത സോൺ ആണെങ്കിലും നമുക്ക് വേഗം തന്നെ സോൺ പിടിക്കണം. ഒത്തിരി നേരം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ സോൺ പിടിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ റെയർലെസ് വേണ്ട സോണിൻ്റെ അകത്ത് തന്നെയാണ് വന്ന് ഇറങ്ങുന്നത്. അതുകൊണ്ട് വേഗം ലൂട്ടും കാര്യങ്ങളെല്ലാം എടുത്ത് സെറ്റാക്കി റെയർലെസ്സിന് നിന്നാൽ മതി. ആ ഒരു ടൈം കൊണ്ട് നമുക്ക് റെയർലെസ്സിൻ്റെ അടുത്ത് എത്തണം. അപ്പം ഞാൻ വേണ്ട പതുക്കെ മെഡിക്കിറ്റും കാര്യങ്ങളും എല്ലാം യൂസ് ചെയ്തിട്ട് ഓടുവാണ് ഗൈസ് സോൺ പിടിക്കാനായിട്ട്. അപ്പോൾ ഇനിയാണെങ്കിൽ 26 പേരും കൂടെ ഉണ്ട്. നമ്മുടെ ടീംമേറ്റ്സ് ഇറങ്ങിപ്പോയിട്ടുണ്ട് കേട്ടോ. അവർ സ്ട്രേഞ്ചേഴ്സ് ആയിരുന്നു. അപ്പോൾ നമ്മൾ കുറേ നേരം ക്യാമ്പ് ചെയ്ത് ഫാക്ടറിയിൽ ഇരുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു ഇനി അവരേറെ റിവൈവ് ചെയ്യില്ല എന്ന് വിചാരിച്ചിട്ട് അവരേതായാലും ഇറങ്ങിപ്പോയിട്ടുണ്ട്. പിന്നെ നമ്മുടെ കയ്യിൽ അധികം ടോക്കൺസും ഉണ്ടായിരുന്നില്ല. ആകെ ഒരാളെ റിവൈവ് ചെയ്യാനുള്ള ടോക്കൺ എന്തേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പിന്നെ നോ ഡൗട്ട് റെയർലെസ്സിനെ എന്തായാലും റിവൈവ് ചെയ്ത് വിടണമല്ലോ. അല്ലെങ്കിൽ എനിക്ക് എന്തൊക്കെ നഷ്ടപ്പെടും? സമാധാനം, സ്വസ്ഥത, സ്വൈര്യം എന്ന് പറയുന്ന എല്ലാ സാധനങ്ങളും നഷ്ടപ്പെടും. വെറുതെ എന്തിനാണ് ലൈഫിൽ ഇങ്ങനത്തെ റിസ്ക് ഒക്കെ എടുക്കുന്നത്? അതുകൊണ്ട് പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല ഗൈസ്, റെയർലെസ്സിനെ തന്നെ അങ്ങ് റിവൈവ് ചെയ്ത് വിട്ടിട്ടുണ്ട്. ബാക്കിയുള്ളവർ പോയാലും പോയില്ലെങ്കിലും റെയർലെസ് പോയി ഡെഡ് ആയിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് പ്രയോറിറ്റി ഓൾവേസ് റെയർലെസ്സിന് തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ നോക്കുമ്പോൾ അതേ റെയർലെസ്സിനെ കൊല്ലാൻ വേണ്ടിയിട്ട് റെയർലെസ്സിൻ്റെ അടുത്ത് എനിമി നിൽക്കുന്നു. പിന്നെ വേഗം തന്നെ ഞാൻ വന്ന് ഫിനിഷ് ചെയ്യാനായിട്ട് സപ്പോർട്ടൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. റെയർലെസ് അങ്ങ് കയറി ചെന്നു. അപ്പോൾ ഞാനും വലിയ കാര്യത്തിൽ കയറി ചെന്ന് ഒരുത്തനെ നോക്കി ചെയ്ത് അങ്ങ് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. റെയർലെസ് ആണെങ്കിൽ ആ എബിലിറ്റി ഇട്ടെടുക്കുന്ന കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി ടെലിപ്പോർട്ടായി കളിക്കുക. അത് കഴിഞ്ഞ് അവൻ്റെ കൂട്ടത്തിൽ വേറൊരാളും കൂടെ ഉണ്ടായിരുന്നേ. അവർ ടീമായിട്ടാണ് വന്നത്. അവർ റെയർലെസ്സിനെ നോക്കി ചെയ്തു. പിന്നെ ഫൈനലി എന്നെ അങ്ങനെ ഫിനിഷ് ചെയ്ത് അവർ വിക്ടറി അടിച്ചിട്ടില്ല. പക്ഷെ നമ്മളേതായാലും ഡിഫീറ്റ് അടിച്ചു. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.